ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൂവാർ റോഡിലുള്ള നാഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആക്ച്വലി ഒരു 35 കിലോമീറ്റേഴ്സിൻ്റെ അകത്തുണ്ട് ഇവിടെ വരെ എത്താൻ, തിരുവനന്തപുരത്തു നിന്നും. പക്ഷേ ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത് ഒരു വ്യക്തിയെ പ്രത്യേകം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദയ, അനുകമ്പ, സഹജീവികളോടുള്ള എന്താ പറയുക, മനുഷ്യത്വം, ഇതൊക്കെ നമുക്ക് കേൾക്കാനും പറയാനും ഒക്കെ കൊള്ളാം. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ ജീവിതത്തിലുടനീളമുള്ള വ്യക്തികളെന്ന് പറഞ്ഞത് ലക്ഷത്തിൽ ഒരാളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാനാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത്. ഈ സ്ഥലത്തിൻ്റെ പേര് നോട്ടി പെറ്റ്സ് സാങ്ച്വറി എന്നാണ്. ആക്ച്വലി അത് തന്നെയാണ് കേട്ടോ. ഇതൊരു ദേവാലയം പോലെ പരിശുദ്ധമാണ്. അപ്പോൾ ഇതിലെ വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ പേര് സംഗീത അയ്യർ എന്നാണ്. അപ്പോൾ നമുക്ക് ആളെ കാണാൻ പോവാം. ആളെ പരിചയപ്പെടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സ്ഥലത്തെ അന്തേവാസികൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് പോവാം. ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ അന്തേവാസികൾ ആരൊക്കെയാണെന്ന്. ആക്ച്വലി ഒരു 100ഓളം ഡോഗീസും അതുപോലെ പൂച്ചകളും പിന്നെ കുറേ പശുക്കളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. ഇവരെ എല്ലാവരെയും തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്, അഡോപ്റ്റ് ചെയ്തതാണ്. അതുപോലെ എന്താ പറയുക, ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് മല്ലിടിച്ച് നിന്ന കുറേ ജീവൻ ഇവിടെ വന്ന് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഇതൊരു ദേവാലയം പോലെ പരിശുദ്ധമാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആരെയാ പരിചയപ്പെടാൻ പോകുന്നതെന്ന്. സംഗീത അയ്യർ. നമസ്തേ. ശരിക്കും ഇതൊരു അത്ഭുത ലോകം തന്നെയാണ്. ഞാൻ പറഞ്ഞു ദേവാലയമാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ദയയുടെയും അനുകമ്പയുടെയും ദേവാലയം. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. അറിയില്ല, നമ്മൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചെറുപ്പം തൊട്ടേ കമ്പാഷൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അത് തന്നെ ഇങ്ങനെ വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ വന്ന് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. അല്ല, ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് കുറേ അധികം ഇതുപോലെയുള്ള വീക്ക്നെസ് ഉണ്ട് കേട്ടോ. വീക്ക്നെസ് അല്ല, ആക്ച്വലി ഇത് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. ഞാൻ കണ്ടു അത്. ഞങ്ങൾക്ക് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും കുറച്ച് ഡോഗ് ഫുഡും ട്രീറ്റ്സും ഒക്കെ ആയിട്ട് വന്ന്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ടച്ച് മീ എന്നൊക്കെ പറയില്ലേ. കാരണം ഓക്കെ, ഇങ്ങനെയും ഒരുപാട് അനിമൽ ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു എൻകറേജിങ് ആണ്. ഇതിലൊരു ഞങ്ങൾ അതാണ് ജയ്ഹിന്ദിൽ നമ്മളിത് ആളുകൾ നമ്മളിൽ ചിലർന്ന് പറഞ്ഞിട്ടാണ് ഇത് ടൈറ്റിൽ പോകുന്നത്. അതായത് നമ്മളിൽ ചിലരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ തക്കവണ്ണം വളർന്നവരെ ആയിരിക്കും. അപ്പം ഇത് കാണുന്ന ഒരാളെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് ചുറ്റും നോക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അത് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ വിശ്വസിക്കുന്നു. കാരണം ഇപ്പം ഞാൻ താമസിക്കുന്ന തെരുവിൽ ഒട്ടും അനിമൽ ഫ്രണ്ട്ലി അല്ലായിരുന്നു. പക്ഷെ അവിടെ ഫീഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അതാണ് അത് ഒരു വലിയ മാറ്റം നമുക്ക് ഒരു സൊസൈറ്റിയിൽ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ശരിക്കും ഇവിടെ ഇപ്പോൾ എത്ര ഡോഗ്സ് ഉണ്ട്? ഡോഗ് എന്ന് പറയാൻ പോലും തോന്നില്ല. ഡോഗീസ് എത്ര പേരുണ്ട് ഇവിടെ? ഓൾമോസ്റ്റ് 100 ഡോഗീസിനെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ 3-4 പശുക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഗോശാലയിലേക്ക് പോയി കഴിഞ്ഞാൽ, കാട്ടാക്കട ഗോശാലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര പശുക്കളുണ്ട്? 100 പേരുണ്ട്. 100 പേരുണ്ട്. ഇവരെ എല്ലാവരെയും
നമ്മുടെ സംഗീത രക്ഷിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതാ ഈ പശുക്കളുടെ വിശേഷം ഒന്ന് പറയാം. ഈ പശുക്കൾ നമുക്കൊരു റെസ്ക്യൂ സെൻറ്റർ ഉണ്ടായിരുന്നു കോളിയൂരിൽ. അപ്പോൾ അവിടെ ഒരു കർഷകൻ്റെയാണ് ഈ 3 പേരും. നമ്മൾ നിത്യം കാണുന്ന പശുക്കളാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവരെ കെട്ടിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇവരോട് സംസാരിക്കും, പോകും, വരുമ്പോൾ സംസാരിക്കും, അങ്ങനെ നിത്യം. പിന്നെ ഒരു സാഹചര്യത്തിൽ പുള്ളി വെച്ചാൽ അവരൊക്കെ വളരെ ഇല്ലായ്മയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ചെറിയ ജീവിതങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിത് അനിമൽ വെൽഫെയർ, നമ്മളിത് രക്ഷിക്കണം, നമ്മളിതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഭാഗം കർഷകർ ഇതിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുള്ളിയുടെ അമ്മയ്ക്ക് സുഖമില്ല, പുള്ളിക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യണം, അപ്പോൾ ഇതിനെ വിൽക്കണം, പൈസ വേണം. അങ്ങനെ ഇവർ 3 പേരെയും വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും എടുക്കും, കാരണം നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ മരിക്കില്ലല്ലോ, ആ ഒരു സമാധാനം ഉണ്ട്. അപ്പം അങ്ങനെയും ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഫണ്ട് റേസ് ചെയ്തു, കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് എത്ര കൊടുത്തു? 1 lakh കൊടുത്തു. 1 lakh കൊടുത്ത് ഈ 3 സാധുക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. എന്താ ഒറ്റയ്ക്കല്ല, നമുക്ക് രാജസ്ഥാൻ സംഘിലെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാട്ടോ. അപ്പോൾ അവർ കുറച്ച് പൈസ ചെയ്തു, പിന്നെ ഹസ്ബൻഡ് കുറച്ച് പൈസ തന്നു. അങ്ങനെ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് 3 പേർക്കും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കൊടുത്തത്. കലയും എന്താ പറയണേ, അടുത്ത് നിൽക്കുന്ന ഒരാളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ മുതൽക്കൂട്ട് തന്നെയാണ്. നമുക്കിവരെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി പറയൂ, നമുക്ക് ഫാമിലി കാര്യങ്ങളും കൂടെ ചോദിക്കാം. ഫാമിലി, എനിക്കൊരു മോനാണ്. മോൻ കാനഡയിൽ പേസ്ട്രി ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. പേസ്ട്രി ഷെഫായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു ക്രൈസ്റ്റിൽ, ബാംഗ്ലൂരിൽ. പിന്നെ അവൻ US പോയിട്ട് 1 year ബ്രെഡ് മേക്കിംഗ് സ്പെഷ്യലൈസ് ചെയ്തു, ഓൺലി ബ്രെഡ് മേക്കിംഗ്. തിരിച്ചു വന്നപ്പോഴാണ് കോവിഡ് ഹിറ്റായത്. അപ്പോൾ അവൻ പഠിക്കാൻ പറ്റിയില്ല തിരിച്ച്. പിന്നെ പോയി 3 years ബാക്ക് പോയിട്ട് മാസ്റ്റേഴ്സ് ഇൻ കൾനറി ആർട്സ് ജോർജ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഇപ്പോൾ അവിടെ 4 Seasons എന്ന പ്രോപ്പർട്ടിയിൽ പേസ്ട്രി ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പല ഇൻ്റർവ്യൂസും റീൽസൊക്കെ കണ്ടപ്പോൾ മോന് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടമാണ്. മോൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ആ മോൻ്റെ പേരും കൂടെ പറയാം. മോൻ്റെ പേര് ആഷിത്ത് എന്നാണ്. ആഷിത്ത്, ഹായ്. അവൻ ഞാനും അവനും നമ്മൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന കാലങ്ങളിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യും. അന്ന് നമുക്ക് ഷെൽട്ടറൊന്നും ഇല്ല. ബാംഗ്ലൂരിൽ അറിയാലോ, ചെറിയ സ്ഥലങ്ങളാണ്, നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കരുണ, കൂപ്പ അങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു നമ്മൾ. അവനും ഇഷ്ടമാണ് എല്ലാവരെയും, നന്നായിട്ട് റെസ്ക്യൂ ചെയ്യുന്നൊരു കുട്ടിയാണ്. ഇങ്ങനെ കണ്ടല്ലേ വളർന്നേ? ഞാൻ എൻ്റെ അമ്മയെ കണ്ടാണ് വളർന്നത്. അമ്മ ഒരു വലിയ അനിമൽ ലവറാണ് എൻ്റെ അമ്മ. എനിക്ക് തോന്നുന്നു ഒരു പാറ്റയെ പോലും കൊല്ലില്ല പുള്ളി. അങ്ങനെ അല്ല, ഞാൻ അവിടെ അഗ്രഹാരത്തിലല്ലേ നമ്മുടെ ഇവിടെ, ഇത് എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലം. അതാണ്. അവിടെയൊക്കെ ഈ ഒരു സ്വഭാവത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ റെയറസ്റ്റ് ആണ്. സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാനതാ പറഞ്ഞത്. നമ്മളുടെ തെരുവിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനോടൊക്കെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഫീഡേഴ്സ് ഉണ്ട്, ഒരു ചേട്ടനെങ്കിലും ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റം, ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഒരു വലിയ മാറ്റമാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. എൻ്റെ അമ്മ വലിയൊരു അനിമൽ ലവറാണ്. അപ്പോൾ അമ്മയാണ് നമുക്ക് ചെറുപ്പകാലം തൊട്ടേ നമുക്ക് പൂച്ചയും നായയും നമ്മുടെ വീട്ടിലെന്നും നിത്യം. എന്തായാലും അമ്മയുടെ ശബ്ദം കേട്ടിട്ടാണോന്ന് അറിയില്ല, അവിടെ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട്, കാണാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലേ? അവര് ഭയങ്കര എൻ്റെ കാറിൻ്റെ സൗണ്ട് അത് എങ്ങനെ മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കട്ടോ. ഈ എന്തോരം മാരുതി 800 പോകുന്നു, മാരുതി ഓൾട്ടോ 800 പോകുന്നു, പക്ഷെ നമ്മളുടെ സൗണ്ട്, ആ വണ്ടിയുടെ സൗണ്ട്, ആ ഹോൺ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ്, നിസ്വാർത്ഥമായ സ്നേഹം. നമുക്ക് അതെല്ലാം ഒന്ന് കാണാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം. കണ്ണ് നിറയാതെ ഈ ഒരു ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പലപ്പോഴും ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ആ ജർമ്മൻ ഷെപ്പേർഡൊക്കെ എന്തായാലും ഒരു വീട്ടിൽ വളർത്തിയൊരു പെറ്റായിട്ട് അവർ സ്വീകരിച്ചിട്ട്
അത് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ആ ഉറ്റവരൊന്നും ഇല്ലാണ്ട് ഒരു ഷെൽട്ടറിനകത്തായി പോകുന്ന, എപ്പോഴും വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിന് ഈ പ്രശ്നമില്ല അല്ലേ? ആ ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട് ആ പ്രശ്നം. എല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു ഷെൽട്ടർ ആണെങ്കിലും ഒരു ഷെൽട്ടർ പോലെയല്ല നമ്മളിവിടെ വളർത്തുന്നത്. ദേ ആർ വെരി ഹാപ്പി. അതുകൊണ്ടാണ് ഈ ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ അഡോപ്ഷന് വന്നപ്പോഴും നമ്മൾ കൊടുക്കാതിരുന്നത്. കാരണം ഒരു ട്രോമ നമുക്കറിയില്ല, 1-2 ട്രോമയിലൂടെ കടന്നു പോയതാണ്. തിരിച്ചും ഇവിടെ വന്ന് ഇത് നമ്മളുടെ സ്പേസാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ തിരിച്ചും അഡോപ്ഷന് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. നിങ്ങൾ ആ മെയിൻ ഷെൽട്ടറിൽ ലാബിനെ കണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഉള്ളിലേക്ക് വന്നില്ലല്ലോ. ആ മെയിൻ ഷെൽട്ടറിൽ അവിടെ നമുക്ക് 2 ലാബുണ്ട്. ആ ലാബിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നമ്മളുടെ പേജിൽ കൂടെ പോവുകയാണെങ്കിൽ പേജിൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നത് കാണണം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതിൽ ഒരു ലാബ് എപ്പോഴും അതിൻ്റെ വായിൽ ഒന്നെങ്കിൽ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ഇലയോ എന്തെങ്കിലും കളിച്ചുകൊണ്ടേ ഇരിക്കണോ അതിന്. അങ്ങനത്തെ ഒരു അത് നല്ല വീട്ടിൽ വളർത്തിയിട്ട് ഇപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, സറണ്ടർ എന്ന് കൊടുക്കുന്ന ആൾക്കാരോട് എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. എപ്പോഴും നിങ്ങൾ നിങ്ങൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ നായെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ, 1 ടൈം സറണ്ടർ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ നായെ ഞങ്ങൾ മരിക്കുന്നവർക്ക് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൗസ് ചെക്ക് ചെയ്യുക. ആ വാങ്ങിക്കുന്ന വ്യക്തി ജെന്യൂൻ ആണോ എന്ന് നോക്കുക. അത് ഇടയ്ക്ക് നിങ്ങളുടെ പോസ്റ്റിങ്സ് ചോദിക്കുക. നമ്മുടെ അടുത്ത് 1 ടൈം സറണ്ടർ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ സറണ്ടർ വരുമ്പോൾ നമ്മൾ മന്ത്ലി പൈസ വാങ്ങിക്കാറുണ്ട്. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അടുത്ത് ഫണ്ടില്ല. അതുകൊണ്ട് പക്ഷേ 1 ടൈം സറണ്ടർ എന്ന് പറഞ്ഞ് 10,000-15,000 നിങ്ങൾ കൊടുത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ നായ സേഫ് ആയിരിക്കില്ല. കാരണം ഒരു 10,000 അല്ലെങ്കിൽ ഒരു 5,000 ഒക്കെ വാങ്ങിച്ചിട്ട് സറണ്ടർ ചെയ്യുമ്പോൾ അതിനെ മരിക്കുന്നവർക്ക് നോക്കാൻ പറ്റില്ല. അതിനുള്ള ഫുഡ് കൊടുക്കണം. ഈ 15ഓളം ലാബിനെ ഒരാൾ നമ്മുടെ കോളിയൂരിൽ കായലിൻ്റെ കരയിൽ വെറുതെ തട്ടുപോലെ അടിച്ചിട്ടുള്ള ഒരു മരത്തിൽ അടിച്ച കൂട്ടിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഞാൻ പോയി കാണുമ്പോഴേക്കും നമുക്ക് 4 പേരെ കിട്ടിയുള്ളൂ. അതിൽ 4 പേര് വന്നിട്ട് നമ്മുടെ അവിടെ വന്ന് ബബീഷയായിരുന്നു, മരിച്ചു. 2 പേര് നമുക്കത് സേവ് ചെയ്യാൻ പറ്റി. ആ 2 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ ഇഞ്ചക്കൽ ബൈപ്പാസ് റോഡിലൂടെ ഞാൻ വരുന്ന സമയത്ത് ചാണകം തിന്നുണ്ടായിരുന്നു വിശന്നിട്ട്. അപ്പോൾ ഈ ആൾക്കാർ പറയും ഫീഡിങ് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നായയിൽ തെണ്ടി തിന്നോളും എന്ന് പറയുമ്പോൾ ഈ വിശപ്പ് ദാഹം എന്നുള്ളത് യൂണിവേഴ്സലാണ്. ഒരു ജീവൻ എന്നുണ്ടെങ്കിൽ ഈ വിശപ്പും ദാഹവും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇവർക്ക് തെണ്ടി തിന്ന് ശീലമില്ലാത്തവർ മണ്ണ്, കല്ല്, ഈ ചാണകം ഇതൊക്കെയാണ് അവർ സ്വന്തം പോട്ടി വരയ്ക്കും തിന്നുന്ന നായ്ക്കളുണ്ട്, ഒന്നും ഭക്ഷണം കിട്ടാതെ. അപ്പോൾ ആക്ച്വലി ഞാൻ പലപ്പോഴും കരഞ്ഞു. അത് വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പപ്പീസ് ഉണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ അഡോപ്ഷൻ വളരെ കെയർഫുള്ളായിട്ടേ കൊടുക്കുന്നുള്ളൂ. പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അത്രയും നന്നായിട്ടാണ് ഇവരെ നോക്കുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ടത്, മുകളിൽ സെപ്പറേറ്റ് താമസിപ്പിച്ചിരിക്കുന്ന 2 ചെക്കന്മാരുണ്ടല്ലോ, കൊച്ചുവും പക്രുവും. കൊച്ചുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തെരുവ് നായയായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പോൾ അഡോപ്ഷൻ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ ശംഖുമുഖത്ത് എവിടുന്ന് അഡോപ്ഷന് പോയതാന്ന് തോന്നുന്നു. അത് അഡോപ്ഷന് പോയിട്ട് ഇവർ കെട്ടിത്തൂക്കി അടിക്കുമായിരുന്നു എന്നാണ് അതിൽ. ഈ നമ്മുടെ അടുത്ത് റെസ്ക്യൂ ചെയ്ത് തിരിച്ചും കൊണ്ടുവന്ന് ഈ റെസ്ക്യൂ ചെയ്ത കുട്ടി തന്നെയാണ് അഡോപ്ഷന് കൊടുത്തിട്ട് അവരുടെ നിന്ന് തിരിച്ച് റെസ്ക്യൂ ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ കെട്ടിത്തൂക്കി അടിച്ച് അങ്ങനെ ഒരു അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് അവന് മനുഷ്യരെ ട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവന് ഭയങ്കര ഫെറോഷ്യസാണ്. എൻ്റെ അടുത്ത് പോലും ഇണങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഫുഡ് ഡെയിലി കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇണങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സുധീറിൻ്റെ അടുത്ത് ഇണങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തിന്നിയൊരു സെൻറ്ററിൽ അജിത എന്ന് പറഞ്ഞൊരു കുട്ടീനെ നമ്മൾ തിണങ്ങിയിരുന്നു. പക്ഷേ വന്ന സമയത്ത് അവൻ എല്ലാവരെയും കടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കടിച്ചു. എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തു. നമ്മൾ കണ്ടത് കൊച്ചു തന്നെയാണ്. കൊച്ചും പക്രു അഗ്രസീവ് ആണെന്ന് വെച്ചാൽ അവന് ടെറിട്ടറി തൊടാൻ പാടില്ല. അതായത് അവൻ്റെ കേജ് അവൻ്റെ ടെറിട്ടറിയാണ്, അത് തുടരുത്, അത് അവന് ഇഷ്ടമല്ല. അവനെ തൊടാൻ പാടില്ല പെർമിഷൻ ഇല്ലാതെ. പക്ഷെ നമ്മൾ അവനെ പിടിക്കുമ്പോൾ നമ്മൾ ക്യാച്ചിലിട്ട് പിടിച്ചിട്ട് മാസ്ക്, ഞാൻ കുറേ നേരം അവനോട് സംസാരിക്കും, നിന്നെ ഉപദ്രവിക്കാനല്ല, മാസ്ക് ഇടാനാണ്, നീ കടിക്കരുതെന്ന് പറയുമ്പോൾ മിണ്ടാണ്ട് നിൽക്കും അവൻ. മനസ്സിലാവും. അവൻ ആലപ്പുഴയിൽ നിന്ന് വന്ന നായ്ക്കുട്ടിയാണ്. ആലപ്പുഴയിൽ അവൻ്റെ ഓണറിനെ വെച്ചാൽ അവൻ്റെ പേരൻറ്റ് എന്ന് പറയുന്ന 1 മാൻ ഡോഗായിരുന്നു. അയാൾ മരിച്ചു. പിന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവർ നമുക്ക് പെയ്ഡ് ഫോസ്റ്ററിങ് എടുത്തു. നമുക്ക് പെയ്ഡ് ഫോസ്റ്ററിങ് ആണ് അവൻ. കൊച്ചുവും പെയ്ഡ് ഫോസ്റ്ററിങ് ആണ്, പക്രുവും പെയ്ഡ് ഫോസ്റ്ററിങ് ആണ്. കൊച്ചുവിനൊരു ഡോക്ടറാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, പാസീവ് അഡോപ്ഷൻ. പക്രുവിന് അവരുടെ വീട്ടുകാർ തന്നെ നമുക്ക് കുറച്ച് പൈസ എന്തോ അയച്ചത്. നമുക്ക് ഇതൊക്കെ ഒരു സഹായമാണ്. സൈലൻജി രാജസ്ഥാൻ സംഘിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ നോക്കുന്നതാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയറായിട്ടും ആ സംഘത്തിൽ മുഴുവനും പുള്ളി ഡോഗ് സെൻറ്ററിലേക്കൊക്കെ വരും കേട്ടോ. ചില ആൾക്കാർ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിന് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. ചില ആൾക്കാർ നായ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഫെസിലിറ്റി ആയിട്ടൊക്കെ നടത്തുന്നത്.
പക്ഷെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്, നമ്മളുടെ അതേ ചിന്തയുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഓൺ ബോർഡിൽ എടുക്കുക. ഇദ്ദേഹം കോർ ടീം മെമ്പറാണ്. പിന്നെ വളരെ സിൻസിയറായിട്ട് നമുക്ക് ഫണ്ട് റേസിങ്ങും ഒരുപാട് കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അവരുടെ സ്ഥലത്തൊക്കെ രാജസ്ഥാൻ സംഘിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരാൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് വിശ്വാസം വരുള്ളൂ, കേൾക്കുകയുള്ളൂ അവർ. അപ്പം അങ്ങനെയാണ് അവർ. നമ്മളുടെ വർക്ക് ജെന്യൂൻ ആണെങ്കിലും ഇദ്ദേഹം ആണ് നമ്മൾ അവിടെ ഫുള്ളും കണക്ട് ചെയ്യുന്നത്. പ്രഭുദാൻജി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നൊരു പുള്ളിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ പുള്ളി കൊണ്ടു നടക്കുന്നു. ഇദ്ദേഹം ഒരു കോർ ടീമിലെ ഒരു മെമ്പറാണ്. വാക്കുകളില്ല പറയാൻ. എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. വലിയൊരു ഷെൽട്ടർ, ഒരു രാജ്യം തന്നെ ഉണ്ടാക്കാൻ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 7 ഏക്കേഴ്സിലാണ് അടുത്ത ഷെൽട്ടർ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് പെർമനൻറ്റ് ഷെൽട്ടർ ഉണ്ട്, അതിൽ റെസ്ക്യൂ സെൻറ്റർ ഉണ്ട്, ക്വാറന്റൈൻ ഉണ്ട്, അതിൽ ഐസൊലേഷൻ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. ഓരോ സെൻറ്റേഴ്സിനും അതായത് ക്ലിനിക് ഉണ്ട് അതിൽ. പിന്നെ വോളണ്ടിയേഴ്സിനുള്ള താമസ സൗകര്യം, എനിക്കുള്ള താമസ സൗകര്യം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇത്രയുമാണ് നമ്മളതിൽ പ്ലാൻ ചെയ്യുന്നത്. സോ അതൊരു എൻ്റെ ഒരു ലോങ് ടൈം ഡ്രീം ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഞാൻ തായ്ലൻഡിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ട ഷെൽട്ടേഴ്സും അതിലുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സും ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഷെൽട്ടറാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്ഥലം നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വിലയ്ക്കൊന്നും വാങ്ങുന്നില്ല, പക്ഷെ നമുക്ക് തരാൻ ഒരാൾ, ഈ വർക്ക് കണ്ടിട്ട് തരാനായിട്ട് നമുക്കൊരാൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, ജയ് ഹിന്ദ് ചാനലിനോട്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ഒരാളോട്. കാരണം എത്രയോ ആൾക്കാർ വരും, പ്രോഗ്രാം ചെയ്യും, ഇൻ്റർവ്യൂ ചെയ്യും, പോകും. പക്ഷെ ഒരു അനിമൽ ലവറായി നിന്നുകൊണ്ട് അവർക്കുള്ള ട്രീറ്റും ബിസ്ക്കറ്റ്സും കെബിൾസും ഒക്കെ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു എന്താ പറയുക ചാനൽ ഇൻ്റർവ്യൂവർ എന്ത് തന്നെ ആയാലും, പ്രൊഡ്യൂസർ ആര് തന്നെ ആയാലും. So that really touched me. So that is an inspiration in itself, encouragement in itself. അപ്പോൾ എന്തായാലും എപ്പോഴും കൂടെ ഉണ്ടാവും. Thank you so much.